മലപ്പുറം കോട്ടക്കൽ മഞ്ചേരി റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് നടക്കുകയാണ്. ഇപ്പോൾ ബസ് ജീവനക്കാരനെതിരെ പോക്സോ ചുമത്തി കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് അവരുടെ സമരം. തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് അരുൺ പാറയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ. മിന്നൽ പണിമുടക്ക്, പോക്സോ കേസിനകത്ത് കേസെടുത്താലൊക്കെ മിന്നൽ പണിമുടക്ക് നടന്നത് ന്യായമാണോ അരുണേ? ഗുഡ് മോർണിംഗ്. രാവിലെ 6 മണി മുതലാണ് സ്വകാര്യ ബസ് തൊഴിലാളികൾ സമരം തുടങ്ങിയത്. മഞ്ചേരി, കോട്ടക്കൽ, അതുപോലെ തന്നെ തിരൂർ ഭാഗങ്ങളിലാണ് ഈ സമരം പ്രധാനമായും നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് മഞ്ചേരിയിലേക്കുള്ള KSRTC ബസ്സാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, പരീക്ഷയ്ക്കുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകാൻ കഴിയാതെ ബസ്സിൽ തിങ്ങി നിറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് 2 ബസ്സുകൾ നിലവിൽ പിടിച്ചെടുത്ത് കോട്ടക്കലിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. പോലീസുകാർ തന്നെയാണ് ഈ ബസ് ഓടിച്ച് കോട്ടക്കലിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ബസ്സുകൾ ഈ കോട്ടക്കലിലേക്ക് പോയി. ഇപ്പോഴും ആളുകൾ ബുദ്ധിമുട്ടുള്ള ഒരു കാഴ്ചയാണ്. പല വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ, അധ്യാപകർക്കും ഉൾപ്പെടെ സ്കൂളിലേക്കൊന്നും എത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പോലീസുകാർ തന്നെ അവരെ സഹായിക്കുന്നതിനായി നേരിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതാരാണ് സമരം നടത്തുന്നത്? ബസ് തൊഴിലാളികളാണ് സമരം നടത്തുന്നത്. പക്ഷേ ബസ് ഉടമകളുമായി ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ അവരാരും ഈ സമരത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്നലെ വൈകുന്നേരം മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും സമരം ഇപ്പോഴും തുടരുന്ന ഒരു കാഴ്ചയാണ് നിലവിലുള്ള. പോലീസ് ഉദ്യോഗസ്ഥർ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് സാർ നിലവിൽ? എന്തായാലും ഈ സമരം ഇപ്പോഴും തുടരുകയാണ്. ബസ് ഉടമകളോ മറ്റുള്ള ആളുകളോ ഇതുവരെയും ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. പോലീസുകാരെ ചർച്ചയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ സമരം അവസാനിപ്പിക്കാൻ തൊഴിലാളികൾ ആരും തന്നെ തയ്യാറാവുന്നില്ല. പോലീസുകാർ തന്നെ നേരിട്ട് ഈ ബസ് എടുത്ത് സർവീസ് നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.